അസ്സലാമലൈക്കും ഹായ് ഓൾ എല്ലാവർക്കും മൈബൺസ് കിച്ചണിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖാണെന്ന് വിചാരിക്കുന്നു. ഞാൻ സോഫി. കുറേ ദിവസമായി വീഡിയോസൊന്നും കാര്യമായിട്ട് ചെയ്യാൻ പറ്റുന്നില്ല, പുതിയ വീഡിയോസൊന്നും എടുക്കാൻ പറ്റാത്തത് കൊണ്ടാണ്. അപ്പം ഇന്നൊരു സിമ്പിൾ വ്ളോഗാണ് കാണിക്കുന്നത്. ഒരു ലഞ്ചിൻ്റെ കുറച്ച് കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്. പിന്നെ 1.5 മുതൽ 2.5 വയസ്സ് വരെയുള്ള ചെറിയ കുട്ടികൾക്കുള്ള ബേബി ഫുഡ് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ളൊരു ബേബി ഫുഡ് കാണിക്കുന്നുണ്ട്. പിന്നെ ഇതിന് മുമ്പ് ഞാൻ വേറെ തന്നെ ഒരു വീഡിയോ കാണിച്ചിട്ടുണ്ട്, ബ്രെഡ് വെച്ചുകൊണ്ട് ഗുലാബ് ജാമുൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ ഒരു റെസിപ്പിയൊക്കെയാണ് ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പം ഇന്ന് ചോറിന് ഒഴിച്ചു കൂട്ടാനായിട്ട് പരിപ്പ് കറിയാണ് ഉണ്ടാക്കുന്നത്. സാധാരണ തേങ്ങയൊന്നും അരക്കാതെയാണ് നമ്മളിവിടെ പരിപ്പ് കറി ഉണ്ടാക്കാറ്. അപ്പോൾ അത് തന്നെയാണ് ഇന്നും ഉണ്ടാക്കുന്നത്. അപ്പോൾ പിന്നെ കുറച്ച് ചുരങ്ങ ഉണ്ടായിരുന്നു വറവിനായിട്ട്, അപ്പോൾ അത് കടുകിട്ടിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇത് സാധാരണ കറിയൊക്കെ ഉണ്ടാക്കും, തേങ്ങയൊക്കെ അരച്ചിട്ടുണ്ടാക്കും. അപ്പം നമ്മളിതിപ്പോൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ നന്നായിട്ട് കഴുകിയിട്ട് തൊലിയൊന്നും കളയാതെ തന്നെ കട്ട് ചെയ്തെടുത്തിട്ട് വേവിച്ചെടുത്തു. എന്നിട്ട് അതിനെ കടുകും തേങ്ങ ഇട്ടതാണ്. വേവിച്ചെടുക്കുമ്പോൾ കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. അങ്ങനെ നമ്മുടെ ചുരങ്ങ കടുകിട്ടത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ് കേട്ടോ ചോറിന്. പിന്നെ മെയിനായിട്ട് കിട്ടിയത് അയക്കൂറയാണ്. അപ്പോൾ അയക്കൂറ കുറച്ച് പൊരിച്ചു. പിന്നെ അതുപോലെ തന്നെ മുളകിടാനായിട്ടും കുറച്ചെടുത്തു. അപ്പം മുളകിട്ടത് ഞാൻ ഇതിനു മുമ്പ് സിമ്പിളായിട്ടുള്ളൊരു വീഡിയോ കാണിച്ചിട്ടുണ്ട്, ഡീറ്റെയിൽ ആയിട്ട് അത് പറയുന്നുണ്ട്. അപ്പം ആ ഒരു രീതിയിൽ തന്നെയാണ് മുളകിടുന്നത്. പിന്നെ നമ്മളിവിടെ മുളകിടുമ്പം ഈ ഉള്ളി അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി അതൊന്നും ചേർത്ത് കൊടുക്കില്ല. എണ്ണയിൽ ഉലുവ നന്നായി തോന്നിച്ചെടുത്തിട്ട് അതിലേക്ക് തക്കാളി ഇട്ട് വഴറ്റിയെടുക്കും. എന്നിട്ട് മുളക് പൊടി ഇട്ട് കൊടുക്കും, മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കും, മല്ലിപ്പൊടി വല്ലപ്പോഴും മാത്രമേ ഇട്ട് കൊടുക്കൂ. ഈ അയല പോലെയുള്ള മീനുകൾക്ക് മാത്രമേ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുള്ളൂ. അത് കുറച്ചൊരു 1/4 ടീസ്പൂൺ മാത്രമേ ചേർത്ത് കൊടുക്കുള്ളൂ. എന്നിട്ട് പുളിവെള്ളം ഇട്ടിട്ട് നന്നായിട്ട് അതങ്ങ് മൂപ്പിച്ചെടുക്കും. മൂപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ പിന്നെ ആവശ്യത്തിനുള്ള ഗ്രേവിക്ക് വേണ്ടുന്ന വെള്ളം ഒഴിച്ച് കൊടുത്ത് തിളപ്പിച്ചെടുത്തതിന് ശേഷമാണ് മീനിട്ട് കൊടുക്കുക. അപ്പം ചിലപ്പം മാത്രം നമ്മൾ വല്ലപ്പോഴും കറിയൊന്ന് ടേസ്റ്റ് ഒന്ന് മാറ്റി പിടിക്കാൻ വേണ്ടിയിട്ട് മാത്രം ഇഞ്ചി വെളുത്തുള്ളി പിന്നെ അതുപോലെ കുറച്ച് സവാളയൊക്കെ ഇട്ടിട്ട് വഴറ്റിയെടുക്കുന്നത്. അല്ലാതെ നമ്മളിവിടെ ഉണ്ടാക്കുന്നത് വെറും തക്കാളിയിൽ മാത്രമാണ്. തക്കാളി ഫിഷ് കറിയാണിത്. അപ്പം കറി വെക്കാനായിട്ട് അയക്കൂറൻ്റെ കുട്ടിയാണുള്ളത്, വരിക്കുട്ടി എന്ന് പറയും നമ്മളിവിടെ. അപ്പോൾ അതാണ് മീൻ കറിക്ക് എടുത്തത്. പിന്നെ അയക്കൂറ പൊരിക്കാനായിട്ട് എടുത്തു. ഇനിയിപ്പോൾ ഈ മീനിട്ടിട്ട് നന്നായിട്ട് ഇതൊന്ന് തിളച്ചിട്ട് വെള്ളമൊക്കെ ഒന്ന് കുറുകി കുറച്ചൊക്കെ വെള്ളം വറ്റി വരണം. അപ്പോൾ അതുവരെ ഒന്നങ്ങ് അടച്ച് വെച്ചിട്ട് മീൻ വേവാനായിട്ട് കുക്ക് ചെയ്യാം. അതിന് ശേഷം ഒന്നങ്ങ് തുറന്ന് വെച്ചിട്ടാണ് പിന്നെ ഒന്ന് വറ്റിച്ചെടുക്കുന്നത്. അപ്പോഴേക്കും നമ്മുടെ കറി നല്ല കുറുകുറാന്നിരിക്കും. പിന്നെ ഇത് നന്നായിട്ട് തിളച്ച് ഈ കറി നന്നായിട്ട് തിളച്ച് വരുമ്പം ഇതിലേക്കൊരു കുറച്ച് മാത്രം ഉള്ളി, വലിയ ഉള്ളിയാണ് കേട്ടോ, ഒന്ന് അരിഞ്ഞിട്ട് മുകളിൽ അങ്ങ് ഇട്ട് കൊടുത്താൽ നല്ലൊരു സ്മെല്ലുണ്ടാവും. അതുപോലെ ഒരു പച്ച മുളകും ഇതുപോലെ ഇട്ട് കൊടുത്താൽ നല്ല മണം ഉണ്ടാവും. ഈ മല്ലിയില കറിവേപ്പിലൊക്കെ ഇടുന്ന കൂട്ടത്തിൽ അങ്ങനെ അങ്ങ് ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അങ്ങനെ ഇടയ്ക്ക് ചെയ്യാറുണ്ട് എന്നല്ലാതെ തക്കാളീൻ്റെ കൂടെ ഉള്ളിയോ ഇഞ്ചിയോ വെളുത്തുള്ളിയോ ഇട്ടിട്ട് വഴറ്റിയെടുക്കാറില്ല. അപ്പോൾ അതിൻ്റെ ആ ഒരു ടേസ്റ്റിനൊരു മാറ്റം ഉണ്ടാവും. ഇങ്ങനെ ചെയ്യുമ്പോൾ വേറൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പം മുളകിട്ടത് റെഡി ആയിട്ടുണ്ട്. ഇനി അത് അടച്ച് വെക്കാം. അപ്പോഴേക്കും നമ്മുടെ പരിപ്പ് കുക്കറിൽ നിന്ന് നന്നായിട്ട് അങ്ങ് വെന്ത് വന്നിട്ടുണ്ട്. അതും കടുകിട്ടു. പരിപ്പ് ഇടയ്ക്കൊക്കെ തേങ്ങ അരച്ചിട്ട് അങ്ങനെയും കറി ഉണ്ടാക്കും. വെറുതെ തേങ്ങയും മഞ്ഞളും മാത്രം ഇട്ടിട്ട് കുഞ്ഞുള്ളിയും മാത്രം ഇട്ടിട്ട് അങ്ങനെ അരക്കും. അല്ലെങ്കിൽ അതിൻ്റെ കൂടെ കുറച്ച് ചെറിയ ജീരകം ഇട്ടിട്ട് അങ്ങനെയും ഒരു കറി ഉണ്ടാക്കാറുണ്ട്. പരിപ്പിൻ്റെ കൂടെ ഏതെങ്കിലും ഒരു വെജിറ്റബിൾ ഇട്ടിട്ട് അങ്ങനെയും കറി ഉണ്ടാക്കാം. അതും നല്ല ടേസ്റ്റാണ്. അപ്പോൾ പാല് ഞാൻ ചൂടാകാനായി വെച്ചതാണ്, പക്ഷേ അതെന്തോ പിരിഞ്ഞു പോയി. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും അത് കളയണ്ടല്ലോ. അതിനെ കുറച്ച് വിനീഗർ ഇട്ടിട്ട് പനീറാക്കിയെടുത്തു. അങ്ങനെ അരിച്ചിട്ട് വെച്ചതാണ് അത്. അപ്പോൾ പനീറൊക്കെ അവിടെ ഉണ്ടല്ലോ, അപ്പോൾ വിചാരിച്ചു കുറച്ച് ബ്രെഡ് പൊടി ഉണ്ട്, എന്തായാലും ബ്രെഡ് ഗുലാബ് ജാമുൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഒരു 3/4 ഗ്ലാസോളം ബ്രെഡ് പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഈ പനീർ അങ്ങ് ഇട്ട് കൊടുത്തു. എന്നിട്ട് ഒരു 2-3 ടേബിൾ സ്പൂൺ പാൽപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 1/4 ടീനോളം മിൽക്ക് മെയ്ഡ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു നുള്ളു ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ട് ഒന്നങ്ങ് മിക്സാക്കി എടുക്കാം. കൈകൊണ്ട് നന്നായിട്ട് ഇത് കുഴച്ചെടുക്കണം. അപ്പോൾ ഒരുപാട് ടൈറ്റാക്കിയിട്ട് കുഴച്ചെടുക്കരുത്, ബ്രെഡല്ലേ അപ്പോൾ എന്തായാലും വെള്ളം കുടിക്കും. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാനായിട്ട് വേണമെങ്കിൽ കുറച്ച് പാലെടുക്കാം. അങ്ങനെ ഞാനിപ്പം കുറച്ച് പാലിട്ടിട്ട് ഇത് നന്നായിട്ടൊന്നങ്ങ് കുഴച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു ബ്രെഡ് ഗുലാബ് ജാമിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ഞാൻ ഇതിന് മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതത്ര ക്ലാരിറ്റി കുറവായിരിക്കും, എന്നാലും ഉണ്ടാക്കുന്നത് ആ സെയിം മെത്തേഡ് തന്നെയാണ്. ക്ലിയറായിട്ട് സോഫ്റ്റായിട്ടുള്ള നല്ല അടിപൊളി ഗുലാബ് ജാമുൻ ഉണ്ടാക്കാം ബ്രെഡ് കൊണ്ട്. അപ്പം ഞാൻ ലിങ്ക് കൊടുക്കാം, ആ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ കാണണം. അപ്പം ഇനി ഇതിപ്പം ഒരു 2-3 ടേബിൾ സ്പൂൺ മാത്രമേ ഞാൻ പാലിട്ടിട്ടുള്ളൂ. നന്നായിട്ട് ഇതങ്ങ് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഇങ്ങനെ ഞാനിപ്പോൾ ഒന്ന് അടച്ച് വെക്കുന്നുണ്ട്. കുറച്ച് സമയം ഇങ്ങനെ വെച്ചിട്ട് ഒന്നങ്ങ് സോഫ്റ്റ് ആവട്ടെ, ഒന്ന് ബ്രെഡെല്ലാം ഒന്നങ്ങ് പിടിച്ച് വരട്ടെ. അപ്പം ഈ സമയത്തേക്കും നമുക്ക് ചോറ് കഴിക്കാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ കുട്ടിക്ക് വേണ്ടിയിട്ടുള്ളൊരു ബേബി ഫുഡ് ഉണ്ടാക്കണം. അപ്പോൾ അതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ
പാലവിടെ ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഒരു പാത്രത്തിലേക്ക് നല്ല നെയ്യ് ഇട്ട് കൊടുക്കുക. ഒരു 2-3 ടേബിൾ സ്പൂൺ നല്ല നെയ്യ് ഇട്ട് കൊടുത്തിട്ട് നന്നായി മെൽറ്റായി ചൂടായി വരുമ്പം അതിലേക്ക് ഒരു 2 കുഞ്ഞുള്ളി അരിഞ്ഞിട്ട് അങ്ങ് ഇട്ട് കൊടുക്കാം. ഈ നല്ല നെയ്യ് മുഴുവനായിട്ട് വേണമെന്നില്ല, കുറച്ച് മാത്രമേ വേണ്ടൂ. പക്ഷേ ഇപ്പോൾ ഉണ്ടാക്കിയപ്പം കുറച്ച് അധികം അവിടെ ഉണ്ടാക്കി വെച്ചു എന്നേ ഉള്ളൂ. പിന്നെ എന്തിനെങ്കിലും നമുക്ക് ഉപയോഗിക്കാമല്ലോ. അപ്പം നല്ല നെയ്യിൽ കുഞ്ഞുള്ളി ഇട്ടിട്ടുള്ള ആ ഒരു മൂപ്പിക്കൽ നല്ലൊരു സ്മെല്ലാണ്, നല്ല ഹെൽത്തിയുമാണിത്. അപ്പോൾ കുഞ്ഞുള്ളി ഇല്ലാന്നുണ്ടെങ്കിൽ വലിയ ഉള്ളി കുറച്ച് സ്ലൈസ് ചെയ്തിട്ട് അങ്ങ് ഇട്ട് കൊടുത്താൽ മതി. നന്നായിട്ടൊന്ന് ബ്രൗൺ കളറാവുന്നത് വരെ ഒന്നങ്ങ് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ കുഞ്ഞുള്ളി അവിടെ റെഡി ആയപ്പോൾ ഞാനവിടെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു മിക്സീൻ്റെ ജാറിലേക്ക് ഒരു പിടിയോളം നമ്മൾ സാധാരണ ചോറ് തിന്നുന്നില്ലേ ആ ചോറ് അങ്ങ് എടുക്കാം. ഒരു പിടിയോളം ചോറ് എടുക്കാം. നമ്മുടെ കുട്ടിക്ക് എത്രയാണോ വേണ്ടത് അത്ര എടുത്താൽ മതി. എന്നിട്ട് അതിലേക്ക് കുറച്ച് പാലൊഴിച്ച് കൊടുക്കാം. നമ്മുടെ ഈ ചോറ് അരയുന്നതിന് കണക്കായിട്ടുള്ള പാലിട്ട് കൊടുത്താൽ മതി. പാടയോട് കൂടിയിട്ടുള്ള പാലാണെങ്കിൽ അത്രയും നല്ലതായിരിക്കും, നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പം പണ്ട് എൻ്റെ ഉമ്മയൊക്കെ ചെറുപ്പത്തിൽ നമ്മുടെ അനിയന്മാർക്കൊക്കെ ചെയ്ത് കൊടുക്കുന്നത് കണ്ടിട്ടുണ്ട്. നല്ല മൽമലിൻ്റെ ക്ലോത്ത് എടുക്കും, നല്ലൊരു മൽമൽ തുണി എടുത്തിട്ട് അതിൽ ഈ ചോറിട്ട് നന്നായി പിഴിഞ്ഞിട്ട് നല്ലൊരു പേസ്റ്റ് ആക്കി എടുക്കും. എന്നിട്ട് പാലും നല്ല നെയ്യൊക്കെ ഇട്ട് മിക്സ് ആക്കിയിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇപ്പം മിക്സി വന്നപ്പം പിന്നെ അരച്ചെടുക്കണമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് പാല് മിക്സ് ആക്കുന്നത് ഒരുമിച്ചിട്ട്. അപ്പോൾ ഈ ചോറ് നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കുക. എന്നിട്ട് അതിലേക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു 1/4 നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരുപാട് വേണ്ട, ഒരു 1/4 നുള്ള് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇതിൽ പഞ്ചസാരയൊന്നും ചേർക്കുന്നില്ല. ഇങ്ങനെ തന്നെ പിള്ളേർക്ക് തിന്നാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇതിപ്പോൾ 1.5 വയസ്സ് മുതൽ അങ്ങോട്ടുള്ള പിള്ളേർക്ക് തിന്നാൻ നല്ലൊരു ഹെൽത്തി ഫുഡാണ്. അപ്പം കഴിയുന്നതും പുറത്തുനിന്നുള്ള ഈ സെർലാക്ക് പോലത്തെ അതൊക്കെ ഒഴിവാക്കിയിട്ട് ഇങ്ങനെയുള്ളത് ഉണ്ടാക്കി കൊടുക്കാനും ശ്രദ്ധിക്കുക. ഞാനിപ്പോൾ അത് നന്നായിട്ട് അരച്ചെടുത്തിട്ട് നല്ല പേസ്റ്റാക്കി അരച്ചെടുത്തിട്ട് അതൊരു ബൗളിലേക്ക് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് നേരത്തെ മൂപ്പിച്ചിട്ടുള്ള നല്ല നെയ്യുണ്ടല്ലോ അതങ്ങ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഒഴിച്ചപ്പം കുറച്ച് അധികം അങ്ങ് ഒഴിച്ചു പോയത്, അത് ഞാൻ മാറ്റിയിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് ആ നെയ്യുമായിട്ട് ഒന്നങ്ങ് മിക്സാക്കി എടുത്തിട്ട് കുട്ടികൾക്ക് കൊടുക്കാം. പിന്നെ നെയ്യ് വേണ്ടാന്നുണ്ടെങ്കിൽ അതങ്ങ് അവോയ്ഡ് ചെയ്തേക്കാം. ഇത് മാത്രം വെച്ചിട്ട് കൊടുത്താലും മതി. പിന്നെ പാലിൻ്റെ പാടയായിട്ട് കിട്ടുമെങ്കിൽ പാൽ നന്നായിട്ട് തിളപ്പിച്ചെടുക്കുമ്പോൾ മുകളിൽ വരുന്ന ആ പാട ഉണ്ടല്ലോ അത് വെച്ചിട്ട് ചോറ് അരച്ചെടുത്താൽ മതി. അപ്പം നല്ല ടേസ്റ്റി ആയിരിക്കും, പിള്ളേർക്ക് തിന്നാനും ഇഷ്ടമാവും. അങ്ങനെ പിന്നെ അതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ചോറിൻ്റെ സമയമായി. എല്ലാം ടേബിളിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ ചോറൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ബാക്കി പരിപാടിയിലേക്ക് പോവാം. അങ്ങനെ ചോറൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ കുറച്ചൊന്ന് റെസ്റ്റ് എടുത്തൊന്ന് എല്ലാവരും ഒന്ന് റിലാക്സ് ചെയ്തതിന് ശേഷമാണ് കിച്ചണിലേക്ക് വീണ്ടും ഇറങ്ങുന്നത്. അപ്പോൾ എന്തായാലും ഗുലാബ് ജാമിൻ്റെ പണിയിലേക്ക് ഇറങ്ങി. ആദ്യം സിറപ്പ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഏകദേശം ഇതൊരു 1.5-2 കപ്പോളം പഞ്ചസാര ഉണ്ടാവും. അപ്പോൾ ഗ്രാമ്പു ഇട്ട് വെച്ചതാണ് ഉറുമ്പൊന്നും കയറാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പം പഞ്ചസാര 1.5-2 കപ്പ് ഉണ്ടാവും. 1.5 കപ്പോളം വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഇതൊന്നങ്ങ് സിറപ്പാക്കി എടുക്കാം. അപ്പോൾ ഇത് നന്നായി അവിടെ തിളച്ച് വരുന്ന സമയത്തേക്കും നമുക്ക് ബ്രെഡിൻ്റെ മിക്സ് ഒന്ന് ബോളാക്കി എടുക്കാം. അപ്പം ബോൾ ഒരു ചെറിയ നെല്ലിക്ക വലിപ്പത്തിലുള്ള ബോളാക്കി എടുത്താൽ മതി. അപ്പം ഓരോന്നും ഞാനിങ്ങനെ ബോൾസാക്കി വെക്കുന്നുണ്ട്. വലിയ ബോൾസ് വേണമെന്നില്ല, ഒരു ചെറിയ നെല്ലിക്ക വലിപ്പത്തിലുള്ളത് മതിയാവും. അങ്ങനെ ബോൾസ് അവിടെ റെഡിയാക്കി വെക്കുന്നുണ്ട്. അപ്പോഴേക്കും കണ്ടോ പഞ്ചസാര നന്നായിട്ട് അലിഞ്ഞിട്ട് ഇപ്പോൾ സിറപ്പായിട്ട് നന്നായിട്ട് ഇത് തിളച്ച് വരുന്നുണ്ട്. ഇനി ഇത് ഒരു നൂൽ പരുവത്തിൻ്റെ തൊട്ട് മുമ്പ് ഓഫ് ചെയ്തേക്കണം. ഒരുപാടങ്ങ് തിക്കായിട്ട് കട്ടിയായി പോകരുത്. അപ്പം ഈ ബോൾസ് നമ്മളിതിൽ ഇട്ട് കൊടുക്കുമ്പം ആ ഒരു ഷുഗർ സിറപ്പ് അത് പിടിച്ചെടുക്കാൻ പറ്റില്ല, കട്ടിയായി പോയാൽ. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഇതിലേക്കൊരു നുള്ളി ഏലക്കാപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഇതൊന്നങ്ങ് തിളപ്പിച്ചിട്ട് 1 സ്ട്രിങ് കൺസിസ്റ്റൻസി ആവുന്നതിന് തൊട്ട് മുമ്പ് ഇതിലേക്ക് കുറച്ച് നാരങ്ങ നീരങ്ങ് പിഴിഞ്ഞിട്ട് കൊടുക്കണം. അപ്പോൾ നാരങ്ങ നീര് പിഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ സിറപ്പ് അങ്ങ് കട്ടയായി പോവില്ല. അത് അവിടെ അങ്ങ് തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് ബോൾസ് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം ഞാനിപ്പോൾ ഒരു ചെറിയ കടായി എടുത്തിട്ടുണ്ട്. അതിലേക്കൊരു 3-4 ടേബിൾ സ്പൂൺ നല്ല നെയ്യ് ഇട്ട് കൊടുക്കാം. പിന്നെ അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഓയിലും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്നങ്ങ് ചൂടാക്കിയെടുക്കാം. നല്ല നെയ്യിൽ മാത്രം ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിപ്പം കുറച്ച് ഓയിലും കൂടെ മിക്സാക്കി ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ട് ചൂടായി വരുമ്പം ഇതിലേക്ക് കുറച്ച് ബോൾസ് അങ്ങോട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഒരുപാട് ക്വാണ്ടിറ്റി ഇട്ട് കൊടുക്കരുത്. നമ്മുടെ ആ ഒരു ചീനച്ചട്ടിക്ക് കണക്കായിട്ടുള്ള കുറച്ച് ക്വാണ്ടിറ്റി മാത്രമേ ഇട്ട് കൊടുക്കാവൂ. എന്നിട്ട് ഇത് നന്നായിട്ട് എല്ലാ ഭാഗത്തും അങ്ങനെ അങ്ങ് മൊരിച്ചെടുക്കണം. അപ്പോഴേക്കും നമ്മുടെ ആ ഒരു സിറപ്പ് കണ്ടോ കുറച്ചൊന്ന് തിക്കായി വരുന്നുണ്ട്. ഈ സമയം നമുക്ക് കുറച്ച് നാരങ്ങ നീര്, ഒരു മുറി നാരങ്ങ നീരങ്ങ് പിഴിഞ്ഞിട്ട് കൊടുക്കാം. ഈ നാരങ്ങ നീര് പിഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ സിറപ്പ് അത്ര അങ്ങ് കട്ടയായി പോവില്ല, ആ ഒരു കൺസിസ്റ്റൻസിയിൽ തന്നെ അങ്ങ് നിന്നോളും.
പിന്നെ ഈ സിറപ്പിലേക്ക് നാരങ്ങനീരും ഏലക്കാപ്പൊടിയും കൂടെ ചേരുമ്പോഴുള്ള ആ ഒരു ഷുഗർ സിറപ്പ് ഉണ്ടല്ലോ, നല്ല ടേസ്റ്റാണത്. അപ്പോഴേക്കും നമ്മുടെ ബോൾസ് ഏകദേശം മൊരിഞ്ഞ് വരുന്നുണ്ട്. ഈ ബോൾസ് നമ്മൾ എണ്ണയിൽ ഇട്ട് കൊടുക്കുമ്പം നല്ല ഫ്ലെയിം അങ്ങ് കൂട്ടി വെക്കുക. എന്നിട്ട് ഒരു മീഡിയം ലോ ആക്കി വെച്ചിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോകും. ഉൾഭാഗത്തും കുറച്ചൊക്കെ ആ ചൂട് പിടിച്ച് കിട്ടണമല്ലോ, അപ്പോൾ ഒന്ന് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്നങ്ങ് മൊരിച്ചെടുത്താൽ മതി. അങ്ങനെ ഞാനിപ്പം എല്ലാം നന്നായിട്ട് മൊരിച്ചെടുത്തിട്ടുണ്ട്. ഇതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ചൂടിൽ തന്നെ നമ്മുടെ ആ സിറപ്പിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുക ചെയ്യേണ്ടത്. എന്നാലേ ആ ബോൾസൊക്കെ ഷുഗർ സിറപ്പ് അങ്ങ് വലിച്ചെടുക്കൂടോ, മധുരം അങ്ങ് വലിച്ചെടുക്കണമല്ലോ. അപ്പം ചൂടോടുകൂടി തന്നെ അങ്ങ് ഇട്ട് കൊടുക്കാം. ഞാനിപ്പം ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് സിറപ്പിൻ്റെ. ഇതേപോലെ തന്നെ ബാക്കിയുള്ളതും ഫ്രൈ ചെയ്തിട്ട് അങ്ങ് ഇട്ട് കൊടുക്കാം. അങ്ങനെ ഞാനിപ്പോൾ എല്ലാ ബോൾസും ഫ്രൈ ചെയ്തിട്ട് സിറപ്പിലേക്ക് അങ്ങ് ഇട്ടിട്ടുണ്ട്. അപ്പം സിറപ്പിലിടുമ്പം സിറപ്പ് ഇതേപോലെ ഒരു വൈഡായിട്ടുള്ള ഒരു വീതിയുള്ള പാത്രത്തിൽ ഇട്ട് കൊടുക്കുമ്പം ബോൾസിൽ എല്ലാ ഭാഗത്തും അങ്ങ് സിറപ്പ് പിടിച്ച് കിട്ടണമെന്നില്ല. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതേപോലെ ഒരു കുഴിയുള്ള ബൗളിലേക്ക് അങ്ങ് ബോൾസ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് സിറപ്പ് അങ്ങ് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഞാനിപ്പം സിറപ്പ് പോരാൻ തോന്നിയതുകൊണ്ട് കുറച്ചുകൂടെ ഉണ്ടാക്കിയിട്ട് അങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ആ ചൂടൊക്കെ ഒന്ന് ആറിയിട്ട് നന്നായിട്ട് തണുത്ത് വരണം. അപ്പോഴേക്കും നമ്മുടെ ബോൾസൊക്കെ ആ ഒരു മധുരമൊക്കെ അങ്ങ് വലിച്ചെടുക്കും. എന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ തണുപ്പിച്ചിട്ട് വേണമെങ്കിൽ അങ്ങനെ കഴിക്കാം. ഫ്രിഡ്ജിൽ കുറച്ച് സമയം വെച്ചിട്ട് അങ്ങനെ തണുപ്പിച്ചിട്ട് കഴിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ കഴിക്കാം. അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല അടിപൊളി സോഫ്റ്റ് ആയിട്ടുള്ള ബ്രെഡ് ഗുലാബ് ജാമുൻ ഇവിടെ റെഡിയായി. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് എന്നോട് അഭിപ്രായം പറയണം. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ എല്ലാവർക്കും ഷെയർ ചെയ്യാനും നിങ്ങൾ മറക്കരുത്. അപ്പോൾ പുതിയ റെസിപ്പിയുമായി നമുക്ക് ഇനിയും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ ഫ്രം മൈമൂൺസ് കിച്ചൺ. താങ്ക് യു.